Question. Solve by simplex method the following LPP. Minimize z equal to x1 minus 3x2 plus 2x2 subject to 3x1 minus x2 plus 3x3 less than or equal to 7 minus 2x1 plus 4x2 less than or equal to 12 minus 4x1 plus 3x2 plus 8x3 less than or equal to 10, x1 x2 greater than 0. Solution. First we have to check the given equation is of the form of LPP. LPP formula. Second, check the given LPP is in maximize form. ഇവിടെ minimize ആണ്. So answer minimize z equal to minimize-നെ നമ്മൾ maximum ആക്കണം. So minimize z equal to x1 minus 3x2 plus 2x3 ആണ്. Minimize z equal to x1 minus 3x2 plus 2x3 ആണ്. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യണം, മാക്സിമൈസ് ആക്കണം. മാക്സിമൈസ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നെഗറ്റീവ് എടുത്താൽ മതി. സോ മാക്സിമം z equal to മാക്സിമൈസ് z equal to ഈ x1-ന്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ മൈനസ് x1, ഇതിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ പ്ലസ് 3x2 പ്ലസ് 2x3യുടെ മൈനസ് 2x3. സോ മാക്സിമൈസ് z ഡാഷ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ നെഗറ്റീവ് എടുക്കുന്നു മൈനസ് x1 പ്ലസ് 3x2 മൈനസ് 2x3. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻട്രൊഡ്യൂസിങ് സ്ലാക്ക് വേരിയബിൾ ആൻഡ് സർപ്ലസ് വേരിയബിൾ. ഇപ്പം ഇവിടെ പ്ലസ് s1 ഈക്വൽ ടു 7 എന്ന് വരും, ഇവിടെ പ്ലസ് s2 ഈക്വൽ ടു 12 എന്ന് വരും, പ്ലസ് s3 ഈക്വൽ ടു 10. 3 സ്ലാക്ക് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, കാരണം 3 ഇൻഇക്വാലിറ്റി ആണ് ഉള്ളത്. സോ സ്റ്റാൻഡേർഡ് ഫോം എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മാക്സിമൈസ് z ഈക്വൽ ടു മൈനസ് x1 പ്ലസ് 3x2 മൈനസ് 2s3 പ്ലസ് 0s1. എത്ര വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തോ അത് എഴുതണം. 0s2 പ്ലസ് 0s3 പ്ലസ് 0s3 സബ്ജക്റ്റ് ടു 3x1 മൈനസ് x2 പ്ലസ് 3x3 plus s1 equal to 7 minus 2x1 plus 4x2 plus x2 equal to 12 minus 4x1 plus 3x2 plus 8x3 plus s3 equal to 0, x1 x2 s1 s2 s3 x3 greater than 0. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതി ദെൻ സിംപ്ലക്സ് ടേബിൾ വരയ്ക്കണം. സിംപ്ലക്സ് ടേബിൾ വരയ്ക്കുമ്പം ആദ്യത്തെ 3 നമ്മൾ ഫിക്സഡ് ആണ്, അതായത് CB, BV, XB ആണ് വരുന്നത്. ദെൻ ക്വസ്റ്റ്യനിലുള്ള വേരിയബിൾസ്, ഇവിടെ ക്വസ്റ്റ്യനിൽ x1 x2 x3 ഉണ്ട്. സോ x1 x2 x3 കോളം വരയ്ക്കണം. ദെൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത വേരിയബിൾ s1 s2 s3 അങ്ങനെ കോളംസ് വരയ്ക്കുക. ഇപ്പൊ CB കോഎഫിഷ്യന്റ് BV XB ഈ 3 ഫിക്സഡ് ആണ്. ദെൻ x1 x2 x3 s1 s2 s3 പിന്നെ റേഷ്യോ. അപ്പം നമ്മൾ BV എന്ന് പറയുന്നത് ബേസിക് വേരിയബിൾ ആണ്. ബേസിക് വേരിയബിൾ മീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വേരിയബിൾ BV എഴുതുമ്പം s1 s2 s3 എഴുതണം. ദെൻ കോഎഫിഷ്യന്റ് CB എന്ന് പറയുന്നത് അതിൻ്റെ കോഎഫിഷ്യന്റ് 0 0 0 ആണ് വരുന്നത്. അപ്പം BV എന്ന് പറയുന്നത് s1 s2 s3 അതിൻ്റെ കോഎഫിഷ്യന്റ് എപ്പോഴും 0 0 0 ആയിരിക്കും. ദെൻ XB എന്ന് പറയുന്ന RHS ഓഫ് കൺസ്ട്രെയിൻസ് ആണ്. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതി കഴിഞ്ഞ് അതിൻ്റെ RHS. സോ 7 12 10 7 12 10 വരും. ദെൻ x1-ന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 3 -2 -4. ദെൻ x2-ന്റെ കോഎഫിഷ്യന്റ് -1, ഇവിടെ -1 4 3 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് -1 4 3. ദെൻ x3-യുടെ കോഎഫിഷ്യന്റ് 3, ഇവിടെ x3 ഇല്ല, ഇവിടെ x3 ഇല്ലാത്തതുകൊണ്ട് 0 8. s1 എന്നുള്ളത് ഫസ്റ്റ് ഇക്വേഷനിലാണ്, അപ്പം 1 0 0. s2 എന്നുള്ളത് സെക്കൻഡ് ഇക്വേഷനിലാണ്, സോ 0 1 0. s3 എന്നുള്ളത് തേർഡ് ഇക്വേഷനിലാണുള്ളത്, സോ 0 0 1. ദെൻ അടുത്തത് ZJ മൈനസ് CJ ചെയ്യണം. ZJ എന്ന് പറഞ്ഞാൽ CB ഇൻറ്റു x1 ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പം CB എല്ലാം 0 ആയതുകൊണ്ട് 0 വരും. ഇവിടെ CB ഇൻറ്റു x2 ചെയ്യണം, CB ഇൻറ്റു x3 ചെയ്യണം,
സി ബി ഇൻറ്റു x1 ചെയ്യണം, സി ബി ഇൻറ്റു S2 ചെയ്യണം, സി ബി ഇൻറ്റു S3 ചെയ്യണം. അപ്പം എല്ലാം 0 ആയതുകൊണ്ട് ZJ 0 ആണ്. സി ജെ എന്ന് പറയുന്നത് കോയിഫിഷ്യൻ്റ് ആണ്. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഇവിടെ എഴുതുമ്പോൾ -1 3 -2 0 0 എന്നാണ്. സി ജെ എഴുതുന്നു -1 3 -2 0 0 0. then ZJ minus CJ എഴുതണം. ZJ minus CJ എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 1 0 -3 -3 0 -2 -2 വരുമ്പോൾ +2 0 0 0. അപ്പോൾ ZJ minus CJ എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. സോ ഇത് നമ്മുടെ കീ കോളമായിട്ട് സെലക്ട് ചെയ്യുന്നു. കീ കോളം സെലക്ട് ചെയ്തു. ദെൻ കീ കോളം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് റേഷ്യോ കണ്ടുപിടിക്കണം. കീ റോ കണ്ടുപിടിക്കാൻ വേണ്ടി റേഷ്യോ എന്ന് പറയുന്നത് XB ഡിവൈഡഡ് ബൈ കീ കോളം എന്നാണ്. അപ്പോൾ XB ഡിവൈഡഡ് ബൈ കീ കോളം ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കീ കോളം നമുക്ക് കിട്ടിയിരിക്കുന്നത് X2 ആണ്. സോ XB ഡിവൈഡഡ് ബൈ X2 ചെയ്യണം. അപ്പോൾ XB എന്നുള്ളത് ഇതാണ്. XB ഡിവൈഡഡ് ബൈ X2 ചെയ്യണം. അപ്പോൾ 7 -1 -7 12/4 3 10/3. ഇതിലെ മിനിമം റേഷ്യോ ആണ് എടുക്കേണ്ടത്. മിനിമം റേഷ്യോ എന്ന് പറയുന്നത് നെഗറ്റീവ് എടുക്കത്തില്ല. 3യും 10/3 10/3 ആകുമ്പോൾ 3 പോയിന്റ് ആവും. സോ 3 ഇതാണ് മിനിമം റോ. അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ മിനിമം കോളം ഇതാണ്. മിനിമം കോളത്തിലും മിനിമം റോയിലും കൂടെ വരുന്ന കോമൺ എലമെന്റ് ആണ് കീ എലമെന്റ്. കീ എലമെന്റ് 4 ആണ്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. കീ എലമെന്റ് മാർക്ക് ചെയ്യുന്നു, 4 മാർക്ക് ചെയ്യുന്നു. ദെൻ അടുത്തത്, അപ്പം ഇവിടെ S2 ലീവ് ചെയ്യും, കീ റോ ലീവ് ചെയ്യും. കീ റോ എന്ന് പറയുന്നത് S2 ആണ്. S2 പോകും. S2ന്റെ സ്ഥാനത്ത് X2 എൻ്റർ ചെയ്യും. X2 ആണ് കീ കോളം. കീ റോ പോയിട്ട് കീ കോളം എൻ്റർ ചെയ്യും. നമ്മളിനി അടുത്തത് എഴുതുമ്പം S1 ഈ X2വിന്റെ സ്ഥാനത്ത് X2 S3 എന്ന് എഴുതും. ദെൻ കോയിഫിഷ്യന്റ് S1ന്റെ കോയിഫിഷ്യന്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ 0 ആണ്. X3യുടെ 0 ആണ്. X2വിന്റെ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കണം. X2വിൻ്റെത് 3 ആണ്. സോ 3 എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ഈ മെട്രിക്സ്, അതായത് 7 3 7, ഈ മെട്രിക്സ് 7 3 -1 3 ഇത് ഈ മെട്രിക്സ് ഇവിടെ എഴുതുന്നു. 7 3 -1 3 1 0 0 നമ്മൾ റഫ് ആയിട്ട് എഴുതുന്നു. ഈ 4 ആണ് നമുക്ക് കിട്ടിയ കീ എലമെന്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മെട്രിക്സിന്റെ കീ എലമെന്റ് 1 ആകണം. അപ്പൊ ഈ റോ 4ന്റെ സ്ഥാനത്ത് 1 വരണം. അപ്പൊ 1 വരാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. അതായത് സെക്കൻഡ് റോ ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. സോ ഫസ്റ്റ് റോ അതുപോലെ തന്നെ ഇരിക്കും. 7 3 -1 3 1 0 0. ദെൻ 4ന്റെ സ്ഥാനത്ത് 1 വരണേ, ഡിവൈഡഡ് ബൈ 3 ചെയ്യണം. അപ്പം 12/3 3 -2/12/4 3 -2/4 -1/2 4/4 1 0 0 1/4 0. ദെൻ ലാസ്റ്റ് തേർഡ് റോ ഇതുപോലെ തന്നെ എഴുതുന്നു. ഇനി അടുത്തത് 1 ആയി. കീ എലമെന്റ് 1 ആയി. ഇതിന് കറസ്പോണ്ടിങ് എലമെന്റ് ഈ 3യും ഈ 1ഉം 0 ആവണം. അപ്പം അത് 0 ആവാൻ വേണ്ടി ഫസ്റ്റ് റോയിൽ നമുക്ക് ചെയ്യാവുന്നത് R1 gives R1 plus R2. നമ്മൾ R2 വെച്ചേ നമ്മൾ എഴുതാവുള്ളൂ, റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാവുള്ളൂ. R2 വെച്ചാണ് ചെയ്യേണ്ടത്. സോ R1 gives R1 plus R2 ചെയ്യാം. അതുപോലെ തന്നെ R3 gives, ഇതിനും 0 ആവണം. സോ R3 gives R3 minus 3R2 ചെയ്താൽ മതി. അപ്പം ഇത് തമ്മിൽ പ്ലസ് ചെയ്യുമ്പം 10 7 plus 3 10 3 plus -1/2. അപ്പം 6 -1 5/2 കിട്ടും. -1 plus 1 0 കിട്ടും. 3 plus 0 3 കിട്ടും. 1 plus 0 1 കിട്ടും. 0 plus 1/4 1/4. 0 plus 0 0. ദെൻ ഈ റോ അതുപോലെ തന്നെ എഴുതുന്നു. ദെൻ R3 gives R3 minus 3R2 ആണ് ചെയ്യേണ്ടത്. അപ്പം 10 minus 1 കിട്ടും.
ഇത് -4 -3/2 ചെയ്യുമ്പോൾ -5/2. 3 - 3 0 ആകും. 8 - 0 8, 0 - 0 0, 0 - 3/4 -3/4, 1 - 0 1. അപ്പം ഈ മെട്രിക്സ് നമ്മൾ ഇവിടെ എഴുതുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ മെട്രിക്സ്, ഈ പുതിയ മെട്രിക്സ് ഇവിടെ നമ്മൾ എഴുതുന്നു. ഇവിടെ എഴുതി 10 5/2 0 3 1 1/4 0, 3 - 1/2 1 0 0 1/4 0, 1 - 5/2 0 8 0 -3/4 1. ദെൻ ZJ കണ്ടുപിടിക്കണം. ZJ കണ്ടുപിടിക്കുന്നത് CB ഇതാണ്. CB ഇൻറ്റു x1 ആണ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ ZJ എഴുതേണ്ടത്. അപ്പം ഇവിടെ ഇത് രണ്ട് 0 ആണ്. സോ 3 ഇൻറ്റു -1 3 -3/2, 3 ഇൻറ്റു 1 3 0 0, 3 ഇൻറ്റു 3/4 0. ഇനി CJ എഴുതണം. ഈ CJ തന്നെയാണ്, സെയിം CJ തന്നെയാണ് വരുന്നത്. -1 3 -1 -3 -2 0 0 0. അപ്പം CJ സെയിം ആണ്. അപ്പോൾ CJ നേരത്തെ 1 3 -2 0 0. അപ്പം ഇത് നമ്മൾ മൈനസ് ചെയ്യണം. -3/2 പ്ലസ് 1 ആവും. അപ്പം -1/2. ദെൻ 3 - 3 0 ആകും. 0 പ്ലസ് 2 ആകും. ദിസ് ഈസ് 1 2 ആകും. ഇത് 0 - 0 0, 3/4 -3/4 0. അപ്പം ഇവിടുത്തെ സ്റ്റെപ്പിൽ ഈ ZJ - CJ എല്ലാം പോസിറ്റീവ് ആയിരുന്നെങ്കിൽ സ്റ്റോപ്പ് ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. അപ്പം ഇതാണ് നമ്മുടെ കീ എലമെന്റ്, കീ കോളം. അപ്പം ഇതാണ് കീ കോളം. കീ റോ കണ്ടുപിടിക്കാൻ നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കണം. റേഷ്യോ എന്ന് പറയുന്നത് XB ഡിവൈഡഡ് ബൈ, നമുക്കിവിടെ റഫായിട്ട് ചെയ്യാം, XB ഡിവൈഡഡ് ബൈ ഇവിടെ വന്നിരിക്കുന്ന x1 ആണ്. സോ ആദ്യത്തേത് ഇവിടെ 10 ഡിവൈഡഡ് ബൈ 5/2 ആണ് ചെയ്യേണ്ടത്. 10 ഡിവൈഡഡ് ബൈ 5/2 എന്ന് പറയുമ്പോൾ 20/2, 10 ഡിവൈഡഡ് ബൈ 5/2 20/5 4 എന്ന് കിട്ടും ഒരു റേഷ്യോ. അടുത്തത് 3 ഡിവൈഡഡ് ബൈ -1/2, ദാറ്റ് ഈസ് -6 കിട്ടും. ദെൻ 1 ഡിവൈഡഡ് ബൈ -1/2, അപ്പം -2/5 കിട്ടും. അപ്പം 3 ഇതാണുള്ളത് റേഷ്യോസിൽ. അപ്പോൾ പോസിറ്റീവ് ആണ് നമ്മൾ നോക്കുന്നത്, മിനിമം റേഷ്യോ. അപ്പോൾ 4 ആണ് വന്നിരിക്കുന്നത്. അതായത് ഫസ്റ്റ് റോ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റോയും ഈ ഫസ്റ്റ് കോളവും കൂടെ വെച്ച് നോക്കുമ്പം കീ എലമെന്റ് എന്ന് പറയുന്നത് 5/2 ആണ്. കീ എലമെന്റ് 5/2. അപ്പോൾ ദാറ്റ് മീൻസ് കീ എലമെന്റ് 5/2 ആണ്. അതായത് S1. അപ്പോൾ കീ റോ വന്നിരിക്കുന്ന S1 ആണ്. സോ S1 ലീവ് ചെയ്യും. അതിന് പകരം ഇത് കീ കോളം വന്നിരിക്കുന്ന x1 എൻട്രി ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ x1 x2 x3 എന്നാണ്. x1 പോവും, x1 പോയിട്ട് x1 ആണ് വരുന്നത്. x1 x2 x3, x1 x2 x3 എന്ന് വരും. x1 x2 x3 വരും. ദെൻ അതിൻ്റെ കോഎഫിഷ്യൻറ്റ്, അപ്പോൾ x1ൻ്റെ കോഎഫിഷ്യൻറ്റ് ടേബിളിൽ നോക്കുക. x1ൻ്റെ കോഎഫിഷ്യൻറ്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ -1 ആണ്. സോ x1ൻ്റെ കോഎഫിഷ്യൻറ്റ് -1, x2ൻ്റെ നമ്മുടെ ഓൾറെഡി കോഎഫിഷ്യൻറ്റ് 3 0. ഓക്കെ, അപ്പം നമ്മൾ x1 x2 x3 വന്നു, -1 3 0 വന്നു. ദെൻ ഈ മെട്രിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ മെട്രിക്സ് എഴുതാം. 10 5/2 0 3 1 1/4 റഫ് 0 3 -1/2. ഈ മെട്രിക്സ് ആണ് എഴുതുന്നത്. 1 0 0 1/4 0 1 -5/2 0 8 0 -3/4 1. ഇതാണ് മെട്രിക്സ്. ഈ മെട്രിക്സ് ഇതാണ് കീ എലമെന്റ് കിട്ടിയിരിക്കുന്നത്. കീ എലമെന്റ് 1 ആവണം. കീ എലമെന്റ് 1 ആകാൻ വേണ്ടി
ഇത് ഈ എൻ്റെ റോ, അതായത് റോ 1നെ ഡിവൈഡഡ് ബൈ 2/5 ചെയ്താൽ മതി. അപ്പോൾ റോ 1 ഡിവൈഡഡ് ബൈ 2/5 ചെയ്യുമ്പോൾ നമുക്ക് കീ എലമെൻറ്റ് 1 ആവും. അപ്പം 10 ഡിവൈഡഡ് ബൈ 2/5 റോ 1നെ ഇൻറ്റു 2/5 ചെയ്താൽ മതി. അപ്പോൾ ഇൻറ്റു 2/5 ചെയ്യുമ്പോൾ നമുക്കിത് 1 ആകും. അപ്പോൾ 10 ഇവിടെ റോ 1നെ ഇൻറ്റു 2/5 ചെയ്താൽ മതി. അപ്പോൾ 10 ഇൻറ്റു 2/5 20/5 4, ഇവിടെ 1 കിട്ടും, ഇവിടെ 0, 6/5, ഇവിടെ 2/5. അപ്പോൾ 1/5 ഇൻറ്റു 2/5 2/20, ദാറ്റ് ഈസ് 1/10 കിട്ടും, 0. ഇനി അടുത്തത് ആ സ്റ്റെപ്പ് തന്നെ നമ്മൾ ചെയ്യുന്നു. 3 മൈനസ് 1/2 1 0 0 1/4 0 1 മൈനസ് 5/2 0 8 0 മൈനസ് 3/4 1. ഇനി നമുക്ക് വേണ്ടത് ഈ കീ എലമെൻറ്റിൻ്റെ താഴത്തെ എലമെൻറ്റ്സ് ഈ രണ്ടെണ്ണവും 0 ആവണം. ഈ രണ്ട് എലമെൻറ്റും 0 ആവണം. അപ്പം ഈ മൈനസ് 1/2 0 ആകണം, മൈനസ് 5/2 0 ആകണം. സോ വി ക്യാൻ റൈറ്റ് R2 gives R2 plus R1 by 2. ഇപ്പം എപ്പോഴും എഴുതുമ്പോൾ ഓർക്കണം, റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പം കീ റോ വെച്ചേ ചെയ്യാവുള്ളൂ. അപ്പോൾ R1 വരണം, അതായത് R2 plus R1 by 2 ചെയ്യാവുള്ളൂ. ദെൻ R3 gives R3 plus 5/2 R1. ഈ രണ്ട് ഓപ്പറേഷൻസ് ചെയ്യണം നമ്മൾ. സോ ഫസ്റ്റ് 4 1 0 6/5 2/5 1/10 0. R2 gives R2 plus R1 by 2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ R2 എന്ന് പറയുന്നത് R2 plus R1 by 2. അപ്പോൾ 3 plus 2 5. Then minus 1/2 plus 1/2 0. Then 1 plus 0 1. 0 plus 6/0 plus 0 plus 6/10. 6/10 0 plus 6/10 6/10 കിട്ടും. 6/10നെ നമുക്ക് ഷോർട്ട് ആക്കുമ്പം 3/5 എന്നിടാം. ദെൻ ഇത് 0 plus 2/10 വരും. 2/10നെ നമുക്ക് 1/5 എന്നിടാം. ദിസ് 1/4 plus 1/20 1/4 plus 1/20 6/20 നമുക്ക് 3/10 എന്നിടാം, 0. ഇനി അടുത്തത് R3 gives R3 plus 5/2 R1 ചെയ്യണം. അപ്പം R3 gives R3 plus 5/2 R1 ആണ്. അപ്പം 1 plus 20/2 1 plus 20/2 എന്ന് പറയുന്നത് 10 ആണ്. 11 എന്ന് കിട്ടും. 1 plus 10 11. ദെൻ ഇവിടെ മൈനസ് 5/2 plus 5/2 0 കിട്ടും. 0 0 ആണ്. ഇവിടെ 8 plus 30/10 30/10 3 ആണ്. 8 plus 3 11. 8 plus 3. ഇവിടെ മൈനസ് 3/4 പ്ലസ് 5/20 5/20 എന്നുള്ളത് 1/4 ആണ്. സോ മൈനസ് 3 plus 1 മൈനസ് 2/4 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ഇവിടെ 0 പ്ലസ് 10 ഇവിടെ 0 പ്ലസ് 10/10 1. അപ്പോൾ ഇവിടെ പ്ലസ് 1. ഇവിടെ മൈനസ് 3/4 പ്ലസ് 5/20 എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് 3/4 പ്ലസ് 1/4 മൈനസ് 2/4 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ്
1/2 എന്ന് കിട്ടും. ഇവിടെ 1 ആണ്, സോ 1. അപ്പം മെട്രിക്സ് കിട്ടി. ഈ മെട്രിക്സ് നമുക്ക് ഇവിടെ അതായത് x1 ഇവിടെ എടുത്തെഴുതാം. ഈ കിട്ടിയിരിക്കുന്ന മെട്രിക്സ് ഇങ്ങോട്ട് എടുത്തെഴുതാം. നമുക്ക് കിട്ടിയ മെട്രിക്സ് നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതി. ദെൻ ZJ CJ എന്ന് പറഞ്ഞാൽ CB ഇൻറ്റു x1 ആണ്. ദാറ്റ് ഈസ് -1 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0. അപ്പം -1 ഇൻറ്റു 1 -1 എന്ന് കിട്ടി. ദെൻ -1 ഇൻറ്റു 0 0 3 ഇൻറ്റു 1 3 കിട്ടും. സോ 3. ദെൻ -1 -6/5 പ്ലസ് -6/5 പ്ലസ് 9/5 -6/5 പ്ലസ് 9/5 3/5 എന്ന് കിട്ടും. 3/5. ദെൻ ഇവിടെ -1 ഇൻറ്റു 2/5 -2/5 പ്ലസ് 3/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/5. ഇവിടെ -1 ഇൻറ്റു 1/10 -1/10 പ്ലസ് 9/10 9/10 -1/10 8/10. Then -1 into 0 0 3 into 0 0 into 1 0. Then CJ സെയിം ആണ്, കോഎഫിഷ്യൻ്റ് ആണ്. അപ്പം -1 ഇവിടെ കിട്ടിയത് തന്നെ -1 3 -2 0 0 0. Then ZJ minus CJ ഇത് തമ്മിൽ മൈനസ് ചെയ്യണം. അപ്പം -1 പ്ലസ് 1 0 3 minus 3 0 3/5 പ്ലസ് 2 വരും. 10 13/5 1/5 പ്ലസ് 0 1/5 8/10 0. അപ്പം ഇവിടെ ZJ മൈനസ് CJ എന്ന് പറയുന്നത് എല്ലാം പോസിറ്റീവ്. അപ്പം നമുക്കിവിടെ 3 സ്റ്റെപ്പിലാണ് കിട്ടിയത്. 3 സ്റ്റെപ്പിലാണ് ZJ മൈനസ് CJ 0 ആയി കിട്ടിയത്. സോ വി ക്യാൻ സേ ദാറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ZJ മൈനസ് CJ എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് വി ക്യാൻ സേ x1 ഈക്വൽ ടു 4. ആൻസർ x1 ഈക്വൽ ടു 4 ആണ്. x2 ഈക്വൽ ടു 5. S3 x1 ഈക്വൽ ടു 4 x2 ഈക്വൽ ടു 5 S3 ഈക്വൽ ടു 11. ഇതിനകത്ത് ഇല്ലാത്ത വേരിയബിൾസ് 0 ആയിരിക്കും. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന x1 ഈക്വൽ ടു 4 ഈ ടേബിളിൽ നിന്ന് എഴുതുവാണ്. x1 ഈക്വൽ ടു 4 x2 ഈക്വൽ ടു 5 ദെൻ S3 ഈക്വൽ ടു 11. S3യുടെ കാര്യം നമ്മൾ എഴുതേണ്ട കാര്യമില്ല, അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വേരിയബിൾ ആണ്. അപ്പോൾ ഈ 3 വേരിയബിൾസിൻ്റെ കാര്യമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ x3 എന്ന് പറയുന്നത് 0 ആയിരിക്കും, കാരണം ഇതിൽ S3 ഇല്ല. അപ്പം x1 4 ആണ്, x2 5 ആണ്. അപ്പം ഇത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിനിമൈസ് ആണ്. അപ്പം അതിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. മിനിമൈസ് Z എന്ന് പറയുന്നത് x1 മൈനസ് 3x2 പ്ലസ് 3x3 എന്നാണ്. സോ 4 മൈനസ് 15 പ്ലസ് 3 ഇൻറ്റു 0 0. സോ അവർ ആൻസർ ഈക്വൽ ടു -11. അപ്പം ആൻസർ മിനിമം ആണ്. ക്വസ്റ്റിന് തന്നെ ഇട്ട് കൊടുക്കണം. x1 4 ആണ്, x2 5 ആണ്, x3 0 ആണ്. സോ അവർ ആൻസർ മിനിമം ഓഫ് Z ഈക്വൽ ടു -11. അപ്പം ഇവിടെ മാക്സിമത്തിലാണ് നമ്മൾ ഇട്ട് കൊടുത്തതെങ്കിൽ നമുക്ക് -4 പ്ലസ് 15 11 എന്ന് കിട്ടും. മാക്സിമത്തിലാണ് ഇട്ടതെങ്കിൽ 11 എന്നാണ് കിട്ടുന്നത്. മാക്സിമത്തിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് വേണ്ടത് മിനിമത്തിലാണ്. അപ്പം മിനിമം എന്ന് പറയുമ്പം മാക്സിമം ആണ് കിട്ടുന്നതെങ്കിൽ മിനിമം ഈക്വൽ ടു -11 എന്ന് എഴുതണം. സോ ആൻസർ ഈക്വൽ ടു -11.